ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടതുപോലെ തന്നെ പുള്ളിക്കാരി മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഇത് പറയാൻ എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ ലൈവ് ഇടാറുണ്ട്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങൾ മെമ്പർഷിപ്പ് ലൈവാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഏത് നിലവാരത്തിലാണ് ഈ പുള്ളിക്കാരി ലൈവ് ഇടുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ലൈവ് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്കും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഇടുന്നത് എന്നുള്ളത്. അപ്പോൾ കുറേ ഞരമ്പന്മാർ വന്നിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾ അങ്ങനത്തെ ലൈവ് ഇടുമോ, തട്ടം മാറ്റുമോ, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഇങ്ങനെ ലൈവ് ചെയ്യുന്ന ഈ എന്താ പറയുക, ഈ ഒരു സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ നല്ല മാനവും മര്യാദയായിട്ട് കുറച്ച് നേരം ലൈവ് ഇടാറുണ്ട്. കുറച്ച് നേരം നമ്മൾ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാം, കുറച്ച് നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഇവരൊരു അപമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവരുടെ ഡ്രസ്സിങ് കാര്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ഇറുകി പിടിച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് എന്താ പറയുക, ആണുങ്ങളെ ആകർഷിപ്പിക്കുന്ന രീതിയിലാണ് വന്നിട്ട് ലൈവ് ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ലൈവ് ചെയ്യുമ്പോൾ അത് ഞങ്ങളെ കൂടിയാണ് ബാധിക്കുന്നത്. നല്ല രീതിയിൽ ലൈവ് ചെയ്യുന്നത് ഞങ്ങളെ കൂടിയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ ശരിയാണ്, എല്ലാവരും എല്ലാം തികഞ്ഞവരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെപ്പോലെ നല്ല രീതിയിൽ ലൈവ് ചെയ്യുന്നവരെ കൂടെ എന്താ പറയുക, ആക്ഷേപിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ എൻ്റെ ലൈവിലാണെങ്കിൽ തന്നെ എന്തെല്ലാം കമൻസുകളും കാര്യങ്ങളാണ് വരുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബാഡ് കമൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈവിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവളുടെ ലൈവിലും അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് പറയാൻ അറപ്പ് തോന്നിക്കുന്ന ഓരോ വാക്കുകളാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് അവർ ചോദിക്കുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പും അറപ്പും തോന്നും. അങ്ങനെയുള്ള രീതിയിലാണ് അതാണ്. ഒരു സ്ത്രീ ഒരു ലൈവ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാനൊന്നും ഇടിഞ്ഞു വീഴുന്നില്ല. പക്ഷേ ഇങ്ങനെ ഇവിടെ പോലുള്ള കുറേ പേരാണ് നല്ല രീതിയിൽ ലൈവ് ഇടുന്നവരെ പോലും ഇല്ലാതാക്കുന്നത്. അപ്പോൾ അവൾ ഇട്ട കുറച്ച് ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. യൂട്യൂബ് എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളടക്കം യൂസ് ചെയ്യുന്നൊരു ഇതാണ് യൂട്യൂബ്. ഇപ്പോൾ വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും, ഇപ്പോൾ എൻ്റെ മക്കളൊക്കെ ഷോർട്സാണ് മിക്കവാറും കാണുന്നത്. അപ്പം നമ്മൾ ഷോർട്സ് തന്നെ സ്ക്രോൾ ചെയ്ത് പോണ സമയത്ത് ഇവളുമാരുടെ ഇങ്ങനത്തെ ലൈവ് വരാറുണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ കാണുമ്പോഴുള്ള ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവരെന്താ പറയുക, ഇങ്ങനെ തള്ളിപ്പിടിച്ച് വന്ന് നിന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ കൊച്ചു കുട്ടികളൊക്കെ കാണുമ്പോഴുള്ള അവസ്ഥ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, അപ്പോൾ ഈ സൺഡേ ഞാൻ ലൈവ് ഇട്ടപ്പോൾ അതിൽ കുറേ പേരുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും കൂടെ അത് യൂസർ ഐ ഡിയും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഞെട്ടിക്കുന്ന ഒരു ഇതാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. എന്താണെന്ന് ചോദിച്ചാൽ, കൊച്ചു പിള്ളേരാണ് എൻ്റെ ഈ ലൈവിൽ വന്നിട്ട് ബാഡ് കമൻസ് ഇടുന്നത്. അവരെന്തുകൊണ്ടാണ് ഈ ബാഡ് കമൻസ് ഇടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇവളെമാരെ പോലെയുള്ള ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മളും ഇങ്ങനെ വീഡിയോ പെണ്ണുങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർ വന്നിട്ട് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ചോദിക്കുന്നത്. എങ്ങനെ ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് നമുക്ക് എന്താ പറയുക, നമുക്കൊന്നും അറിയാത്ത വാക്കുകളാണ് അവർ ചോദിക്കുന്നത്. നമ്മളൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, അങ്ങനത്തെ വാക്കുകളാണ് അവർ ചോദിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക, ഞാനും എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ഫ്രണ്ട്സ് എന്തായാലും എൻ്റെ ലൈവിലുണ്ടാവും. അപ്പോൾ അവരും നോക്കിയ സമയത്ത്, അവർ യൂസർ ഐഡും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് അവരും പറയുന്നത് ഇതെല്ലാം കൊച്ചു കുട്ടികളാണ് ചേച്ചി, അല്ലാതെ വലിയ ആളുകളല്ല ഇത് ഇത്രയും ഇതാക്കിയിട്ട് വരുന്നത്. എന്താ പറയുക, 10ലും +1ലും 8ലും 9ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത്രയും നോളജ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇവളുമാരുടെ ഇങ്ങനെയുള്ള ഒരു മെമ്പർഷിപ്പ് ലൈവ് നിന്നാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും, എന്ത് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെ ശരീരം പ്രദർശിപ്പിച്ചിട്ട് പണം സമ്പാദിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താ ചോദിച്ചാൽ, നമ്മളെപ്പോലുള്ള കുറച്ച് പേർക്ക് ഞങ്ങൾക്കൊരു അപമാനമായി മാറണം ഇങ്ങനെയുള്ളവളുമാരുടെ ലൈവ്. ഇപ്പോൾ ആരും എല്ലാം തികഞ്ഞവരായിട്ട് ആരുമില്ല. എങ്കിൽ കൂടെ നമ്മൾക്ക് കുറച്ചൊക്കെ ഒരു നിലവാരം വേണം. സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കൊച്ചു പിള്ളേർ കാണുന്നതാണ് നമ്മുടെ വീഡിയോസും ലൈവുകളും എല്ലാം കൊച്ചു പിള്ളേർ കാണുന്നതാണ് എന്നുള്ളത് കുറച്ച് നിലവാരം വേണം. ഈ മെമ്പർഷിപ്പ് ലൈവ് കൊണ്ട് ഇവർ എന്ത് മെസ്സേജാണ് കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതുപോലെ തന്നെ ഞാൻ ലൈവ് ഇടുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ അങ്ങനെ ആ മെമ്പർഷിപ്പ് ലൈവ് പോലെ ചെയ്യാത്ത, അതുപോലെയൊക്കെ ചെയ്തുകൂടെ എന്നുള്ളത്. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ കുറച്ച് നേരം ലൈവ് ഇടുന്നത് എന്തിനാണ് ലൈവ് ഇടുന്നത് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ലൈവ് ഇടുന്നത് കുറച്ച് നേരം എന്താ പറയുക, കുറച്ച് വാച്ച് അവറിനോ അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവരുമായിട്ട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ്
ലൈവ് ഇടുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരാണ് നമ്മുടെ ലൈവിൽ വന്നിട്ട് നമ്മളുടെ അടുത്ത് ബാഡ് കമൻറ്റ്സ് ഇടുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. എന്താ ചോദിച്ചാൽ അമ്മാതിരി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നമ്മളെന്താ പുറത്ത് പറയാൻ കൊള്ളാത്ത വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ട് ഇരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് വിഷമം വരും അങ്ങനെ ചോദിക്കുമ്പോൾ. ഇത്രയും പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറേ പേര് കാണുന്നതാണ്. എന്താ ചോദിച്ചാൽ അത്യാവശ്യം എൻ്റെ ലൈവിൽ ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു എന്താ പറയുക അറപ്പ് തോന്നും. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിന് അതിനെക്കുറിച്ചെല്ലാം അറിയുന്നത് കൊണ്ട് അവരത് കറക്റ്റായിട്ട് അത് ഹൈഡാക്കി വിടും, അവർ ടൈം ഔട്ട് ആക്കി വിടും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്ത് തന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പോൾ ചെറിയൊരു ക്ലിപ്പും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എനിക്ക് ഈ ക്ലിപ്പ് കാണിക്കാൻ തന്നെ നാണക്കേടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഞാൻ ചെയ്യുന്നത് എങ്ങനത്തെ ലൈവാണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ചെയ്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ കമൻറ്റ്സ് എൻ്റെ ലൈവിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടുമാരെ പോലുള്ളവരുടെ ഒന്നും ഇത് വെച്ചിട്ട് ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യില്ല. എന്താ ചോദിച്ചാൽ എനിക്ക് കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗം ക്ലിയർ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും എൻ്റെ ലൈവും വീഡിയോസൊക്കെ കാണാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ കറക്റ്റാണ്, നമ്മൾ പെർഫെക്റ്റ് ആണ് എന്നുള്ളത് അറിയണം. അതുപോലെ തന്നെ എൻ്റെ ബാഡ് കമൻറ്റ്സ് വരുന്നവർ ഞാൻ ശരിക്ക് പറയാറുണ്ട്, ശരിക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതും എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ലൈവ് കട്ടാവുന്ന സമയത്ത് നമ്മളുടെ വോയിസ് മാത്രമേ കേൾക്കുള്ളൂ. ആ കമൻ്റ് ഇട്ട ആൾക്കാരുടെ കമൻറ്റ്സ് ഒന്നും അവിടെ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ ലൈവ് കട്ടായ ശേഷമായിരിക്കും ചിലവർ നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളിനായിരിക്കും സംശയിക്കുക, അവള് പോക്കാണ് അങ്ങനെ എങ്ങനെ എന്നുള്ളത് ചിന്തിക്കും. ആ ഒരു ചിന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ ആ കുറച്ച് ക്ലിപ്പും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരെ കണ്ടു നോക്കൂ. എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഹലോ ചേച്ചി, ഒന്ന് സബ് ചെയ്യൂ കൂട്ടുകാരെ. എല്ലാവരും സബ് ചെയ്യൂ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. കണ്ടില്ലേ, മെമ്പർഷിപ്പ് എടുക്ക്, സൂപ്പർ ചാറ്റ് ചെയ്യ്, മെമ്പർഷിപ്പ് ലൈവ് ഉണ്ട്. മെമ്പർഷിപ്പ് എടുത്തവർക്ക് സ്പെഷ്യൽ ലൈവ് ഉണ്ട്. ഇത് സാധാരണ ഇങ്ങനെ തള്ളിപ്പിടിച്ച് ഇരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് മെമ്പർഷിപ്പ് എടുക്കില്ല. ആ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് സ്പെഷ്യലായിട്ട് വേറെ ലൈവ് ഉണ്ട്, വേറെ പലതും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ള പെണ്ണുങ്ങളുടെ പേര് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് മനസ്സിലാകാത്തത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ലൈവിൽ വന്നിട്ട് നമ്മളും അങ്ങനെയൊക്കെയാണെന്നുള്ള ചിന്തിക്കുകയാണ് അവർ ആദ്യം ചോദിക്കുന്നത് ഭർത്താവുണ്ടോ, മക്കളുണ്ടോ, കല്യാണം കഴിഞ്ഞതാണോ, ഇതൊക്കെ ചോദിക്കുന്നത് എന്താണ്? നമ്മൾ വന്ന് ലൈവ് ഇട്ട് തുറന്ന് കാണിച്ചിരിക്കുക ാണെന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു ചിന്താഗതി. പക്ഷേ നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക് പോലും ഇങ്ങനെയുള്ള സ്ത്രീകൾ അപമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനും കുറച്ച് ഫ്രണ്ട്സൊക്കെ ലൈവ് ഇടുന്നതാണ്. അപ്പോൾ ഇവർ ഇതാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സൂപ്പർ ചാറ്റ് ചെയ്യും, മെമ്പർഷിപ്പ് ചെയ്യും, സ്പെഷ്യൽ ലൈവ് ഉണ്ട് എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് തന്നെ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ ലജ്ജ തോന്നുന്നു. എന്താ പറയുക ഇതിനൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊക്കെ ഇത് കണ്ടിട്ട് നമ്മളുടെ അടുത്തും കൂടെ വന്നിട്ട് ഇങ്ങനെയുള്ള ചോദിക്കുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ യൂട്യൂബൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെറും ലൈവ്. ഇവരൊന്നും വീഡിയോസ് ഒന്നും ചെയ്യാറില്ല, ഫുൾ ലൈവാണ്. ലൈവിലെന്താ കണ്ടില്ലേ, കമൻസിൻ്റെ ചാകരയാണ്. അതുപോലെ തന്നെ 2000-3000 പേര് അവിടെ സ്റ്റേ ആണ്, ലൈക്കും കമൻറ്റും സൂപ്പർ ചാറ്റും ഇതൊക്കെ ചെയ്ത്. അതുകൊണ്ട് അവർക്ക് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് വന്ന് നിന്നാൽ മതിയല്ലോ. സ്വാഭാവികമായിട്ട് ഡോളറും കയറും, നല്ല സപ്പോർട്ടുണ്ട്, വാച്ച് അവറും അത്യാവശ്യം കിട്ടും, വാച്ച് അവറൊന്നും കുറയില്ല. അപ്പോൾ കൂടുതലായിട്ട് വീഡിയോ ചെയ്തിട്ട് സമയം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ വന്ന് ചെയ്യുന്നത്. ഇഷ്ടം പോലെ പണം കിട്ടും. എന്താ പറയുക, പണം വാരി എറിയാനാണ് കുറേ ഞരമ്പന്മാർ ഇവരുടെയൊക്കെ ലൈവിൽ പോയി അടകടക്കുകയാണ്, ഇങ്ങനെ തന്നെ പറയട്ടെ. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവളുമാരുടെ ഇങ്ങനെയുള്ള ലൈവുകളൊക്കെ കണ്ടിട്ട്. ഇവള് നല്ല കുറേ എണ്ണമുണ്ട്, ഇതുപോലെ കുറേ എണ്ണമുണ്ട്. അപ്പോൾ അത്യാവശ്യം വണ്ണവും ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നല്ല ഉണ്ടാവുമല്ലോ കാണാൻ. അപ്പോൾ എല്ലാവരും വന്ന് അവിടെ അവിടെ കിടക്കുകയാണ്, അവരവിടെ സ്റ്റേ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊന്നും നമ്മളെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പറയാന്നല്ലാതെ നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ എൻ്റെ ലൈവിൽ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് 4 പറഞ്ഞ് ബാഡ് കമൻറ്റ്സ് വരുന്നവർ 4 പറഞ്ഞ് നമ്മൾ ഹൈഡാക്കി വിടും, അല്ലെങ്കിൽ ടൈം ഔട്ട് ആക്കി വിടും. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ 1-2 ആൾ വിചാരിച്ചാലൊന്നും എന്തായാലും ഇവരൊന്നും ശരിയാവാനും പോകുന്നില്ല. പിന്നെ ഒരു കാര്യമേ ഉള്ളൂ യൂട്യൂബിൽ ചെയ്യാനുള്ളത്, ഈ ലൈവ് നിർത്തണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ആളുകളുടെ ലൈവിന് കുറച്ചൊരു സമാധാനം കിട്ടുള്ളൂ. നമ്മൾ മാനവും മര്യാദയായിട്ട് ചെയ്യുന്നവർക്ക് പോലും പേര് ദോഷം വരുത്തിക്കാൻ കുറേ പേര്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ, ഞാനും ലൈവ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.